കർത്താവായ യേശു മശിഹായ്ക്ക് മഹത്വം ഉണ്ടാകട്ടെ. ഒരു പ്രാവശ്യം കൂടെ ഞങ്ങൾക്ക് ഈ ലൈവിൽ കടന്നു വരുവാൻ കർത്താവായ യേശു ക്രിസ്തുവിന്റെ വലിയ കൃപയാൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ ഈ ഒരു അവസരം ലഭിച്ചതിനായി കർത്താവിന് അതിയായി സ്തോത്രം കരയറ്റുന്നു. ഇന്ന് എന്നോട് കൂടെ ലൈവിൽ ജോയിൻ ചെയ്യുന്ന ജോയ് പാസ്റ്റർ കൊച്ചിയിൽ നിന്നും, ജോസ് പാസ്റ്റർ കോട്ടയത്ത് നിന്നും, ഗീവർഗീസ് ബ്രദർ ഇറാഖിൽ നിന്നും ജോയിൻ ചെയ്യുന്നു. ഇന്ന് നമ്മുടെ വിഷയം ഈയിടെ ആയി ഞങ്ങൾ ഫേസ്ബുക്കിലും കണ്ട ഒരു വീഡിയോ സംബന്ധമായി ആണ്. രണ്ട് യുവ കത്തോലിക്ക പുരോഹിതന്മാർ അവർ പഴയ നിയമത്തിലെ ദൈവത്തിന്റെ വെളിപ്പാടും പുതിയ നിയമത്തിലെ ദൈവത്തിന്റെ വെളിപ്പാടിനെയും സംബന്ധിച്ച് അവർ സംസാരിക്കുകയാണ്. അതിൽ അവർ പറയുന്നത് പഴയ നിയമത്തിൽ ഉള്ള ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവമാണ്, പുതിയ നിയമത്തിൽ ഉള്ള ദൈവം പ്രത്യക്ഷനായ ദൈവമാണ്. പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ആ ദൈവവും സംബന്ധമായി അവർ പറയുന്ന കാര്യങ്ങളെ നമുക്കൊന്ന് കേൾക്കാം. നമുക്കറിയാം, കത്തോലിക്ക മുതൽ പെന്തക്കോസ്ത് വരെ ഇന്ന് ഈ ലോകത്തിലുള്ള ഭൂരിപക്ഷം സമൂഹവും പഴയ നിയമത്തിലെ ദൈവവും പുതിയ നിയമത്തിലെ ദൈവവും അതിൻ്റെതായ പ്രവർത്തനങ്ങളും പഴയ നിയമത്തിലുള്ള സഭയും പുതിയ നിയമത്തിലുള്ള സഭയും എല്ലാം വെവ്വേറെയായി കാണിക്കുന്ന പല രീതിയിലുള്ള ഡോക്ട്രീനുകൾ അല്ലെങ്കിൽ ഡോക്ട്രീനിലുള്ള ഉപദേശങ്ങളെ സംബന്ധമായി അവർ സംസാരിക്കാറുണ്ട്. അത് ആർക്കും ഒരു വ്യക്തത വരുത്തുന്നില്ല എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാവുന്നത്. പിന്നെ ഈ ഒരു വീഡിയോയുടെ ആ ക്യാപ്ഷനിൽ നിങ്ങൾ കാണുന്നത് പോലെ കർത്താവിന്റെ ആദ്യ അപ്പോസ്തോലന്മാര് പലപ്പോഴും നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ഞങ്ങൾ പോയാൽ ഉടൻ കൊടും ചെന്നായ്ക്കൾ കടന്നു വന്ന് നിങ്ങൾക്ക് പലതര ഉപദേശങ്ങൾ പറഞ്ഞ് ആടുകളെ ചീന്തിക്കളയും എന്ന് പറയുന്നുണ്ട്. പിന്നെ ഞങ്ങളുടെ സുവിശേഷം മനസ്സിലാകാത്തവർ നശിച്ചു പോകുന്നവർ ആകുന്നു, അവരുടെ കണ്ണുകൾ ഈ ലോകത്തിലെ ദൈവമായിരിക്കുന്ന സാത്താൻ അതിനെ അടച്ചിരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വീഡിയോയിൽ കൂടെ ചെയ്യുന്ന പ്രവർത്തനം, എന്തുകൊണ്ട് ഇങ്ങനെ പറയുന്ന പല പുരോഹിതന്മാരും തൻ്റെ സെമിനാരിയിൽ പഠിക്കുന്ന ചില കാര്യങ്ങളെ മാത്രം എടുത്തുകൊണ്ട് സംസാരിക്കുകയും വചനം സംബന്ധമായി അല്ലെങ്കിൽ ആത്മാവിന്റെ വെളിപ്പാട് സംബന്ധമായി അവർക്ക് വെളിപ്പാടുകൾ ഇല്ലാത്തത് ആണ് അതിൻ്റെ പുറകിലുള്ള കാര്യം എന്നുള്ള വിഷയമാണെന്ന് നമ്മൾ എടുത്തു കാണിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇന്ന് ആദ്യമേ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ഓഡിയോ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല, അപ്പോൾ നമുക്ക് ഈ ഓഡിയോ പിന്നീട് കാണിക്കാവുന്നതാണ്. അപ്പോൾ ജോയ് പാസ്റ്ററിനോട് ആദ്യം ഞാൻ ഒരു ചോദ്യം ഈ സംബന്ധമായി ചോദിക്കുന്നതാണ്. ഇതിനകത്ത് പറയുന്നത് ദൈവം പഴയ നിയമത്തിൽ അദൃശ്യനാകുന്നു, കാണാൻ പറ്റാത്തവനാകുന്നു. ദൈവത്തിന്റെ ആ ഒരു ഫീച്ചറിനെ പറ്റി അല്ലെങ്കിൽ ദൈവത്തിന്റെ ആ ഒരു ഘടകം എന്തുകൊണ്ട് ദൈവം അദൃശ്യനാകുന്നു, അങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നവനാണോ ദൈവം, ദൈവത്തെ ആരെങ്കിലും പൂർണ്ണതയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ള വിഷയമാണ് ജോയ് പാസ്റ്ററിനോട് ഞാൻ ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ഓൺ സ്ക്രീനിൽ മറ്റേത് മാറ്റിയേക്കണേ. കർത്താവിന് സ്തോത്രം. പ്രിയ കർത്താവിന്റെ ദാസൻ വിൻസെന്റ് ബദനും അതുപോലെ തന്നെ കർത്താവിന്റെ ദാസന്മാരായിരിക്കുന്ന ജോസ് റൈസ് പാസ്റ്റർ, അതുപോലെ ഗീവറീസ് ബ്രദറെ, കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങൾ ഇവിടെ ഈ JCHT ഈ ഗ്രൂപ്പിലൂടെ നാളുകളായി വചനത്തിലുള്ള സത്യം മാത്രം തുറന്നു പറയുക എന്നുള്ള ലക്ഷ്യത്തോടും അത് അനേകർക്ക് പ്രയോജനമായി തീരണം എന്നുള്ള അതിയായ ആഗ്രഹത്തോടും കൂടി ആരംഭിച്ച ഈ പ്രോഗ്രാമുകൾ പലർക്കും അതങ്ങനെ തന്നെ അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലായി തീരുന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. കർത്താവിന്റെ ദാസൻ ചോദിച്ച ചോദ്യം, അതിന് ഉത്തരമായിട്ട് നല്ലൊരു ചോദ്യമാണ് ചോദിച്ചത്. അതിന്റെ ഉത്തരമായിട്ട് വാസ്തവത്തിൽ
ബൈബിൾ ദൈവത്തെ കുറിച്ച് പറയുന്നത് ദൈവം ആരാണ്, ദൈവം ആത്മാവാണ് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. രണ്ട്, ദൈവം പരിശുദ്ധനാണെന്ന് പഠിപ്പിക്കുന്നു. ആത്മാവായ ദൈവം, ആത്മാവെന്ന് പറഞ്ഞാൽ ആ ദൈവം ദൃശ്യമല്ല, അദൃശ്യനാണ്. അദൃശ്യനായ ദൈവം പഴയ നിയമത്തിൽ പലപ്പോഴും വെളിപ്പെട്ടിട്ടുള്ളത് ദർശനമായിട്ടും സ്വപ്നമായിട്ടും ഇങ്ങനെ വിവിധ നിലകളിൽ. അതാണ് എബ്രായ ലേഖനം പറയുന്ന പ്രകാരം ദൈവം പണ്ട് ഭാഗമായിട്ടും വിവിധ നിലകളിലും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ അന്ത്യകാലത്ത് പുത്രനിമിത്തമായിട്ട് താൻ സ്വീകരിച്ച പുത്രത്വത്തിലൂടെയാണ് അന്ത്യകാലത്ത് ആ വെളിപ്പാട് പൂർണ്ണമാകുന്നത്. അപ്പം ദൈവം അദൃശ്യനാണ്. യെശയ്യാപ്രവചനം 45:15 നമ്മൾ വായിക്കുമ്പോൾ ദൈവമായ യഹോവ അവൻ മറഞ്ഞിരിക്കുന്ന ദൈവമാണ് സത്യം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പം ദൈവം മറഞ്ഞിരിക്കുന്ന ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവന്റെ അത്യന്ത ശക്തിയിൽ ഇവിടെ വെളിപ്പെട്ടാൽ ആർക്കും അവനെ കാണുവാൻ കഴിയില്ല. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കും ദൈവം പലപ്പോഴും ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ദൂതനായിട്ടും, അതുപോലെ പുറപ്പാടിലേക്ക് വരുമ്പോൾ മുൾപ്പടർപ്പിലും, അബ്രഹാമിന്റെ അടുക്കൽ വരുമ്പോൾ ഒരു മനുഷ്യരൂപത്തിൽ എന്ന് പറഞ്ഞാൽ ദൈവം താൽക്കാലികമായി പ്രത്യക്ഷപ്പെട്ട രൂപങ്ങൾ, താൻ പൂർണ്ണമായിട്ട് താൻ ഭാവിയിൽ താൻ എങ്ങനെ ആയിരിക്കുന്നു, എങ്ങനെയാണ് താൻ ഈ ലോകത്തിലേക്ക് വെളിപ്പെടാൻ പോകുന്നത് എന്നുള്ള അത് വ്യക്തമാക്കുന്ന വിധത്തിൽ താൻ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, സോദോം ഗോമോറയുടെ നാശത്തെ കുറിച്ച് അബ്രഹാമിനോട് പറയുവാനായിട്ട് ആത്മാവായ ദൈവം രണ്ട് ദൂതന്മാരുമായി മമ്രയുടെ തോപ്പിലേക്ക് കടന്നു ചെല്ലുന്നതായിട്ട് കാണുവാൻ കഴിയുന്നു. അത് അബ്രഹാം തലപൊക്കി നോക്കിയപ്പോൾ 3 പുരുഷന്മാർ നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അവർ രണ്ടുപേര് ദൂതന്മാരും ഒരാള് യഹോവയുമായിരുന്നുവെന്ന് 18-ാം അധ്യായത്തിൽ 22-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഈ രണ്ട് ദൂതന്മാര് 19-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ അവര് സോദോമിൽ സന്ധ്യയായപ്പോൾ കടന്നു ചെല്ലുന്നതായിട്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അദൃശ്യനായ ദൈവം കഴിഞ്ഞ ഭക്തന്മാരോട് വെളിപ്പെടുത്തി, ഭക്തന്മാർക്ക് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും തന്നെ താൽക്കാലികമായിട്ട് വെളിപ്പെടുത്തുമ്പോൾ നമുക്കറിയാം ആ ദൈവം തന്നെയാണ്. ദൈവം ഏകനാണല്ലോ. ആ ഏകനായ ദൈവം ജഡത്തിൽ വെളിപ്പെട്ട് വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതുകൂടാതെ 2 കൊരിന്ത്യർ 4:4 നമ്മൾ വായിക്കുമ്പോൾ അതിങ്ങനെയാണ്: ദൈവപ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം. അപ്പം ദൈവപ്രതിമയാണ് ക്രിസ്തു. ദൈവത്തിനൊരു പ്രതിമയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിനൊരു കാണപ്പെടുന്ന രൂപമുണ്ടെങ്കിൽ അത് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് കൊരിന്ത്യ ലേഖനം നമ്മൾ വായിക്കുമ്പോൾ കാണുന്നു. അതുപോലെ കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 15 വായിക്കുമ്പോൾ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും 15 വായിക്കുമ്പോൾ ഇങ്ങനെയാണ്: അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്നാണ്. എന്ന് പറഞ്ഞാൽ ദൈവം അദൃശ്യനാണ്. അദൃശ്യനായ ദൈവത്തിന്റെ ദൃശ്യരൂപം, കാണപ്പെടുന്ന രൂപം യേശു മാത്രമാണ്. ദൈവം ഒരിക്കലും തൃത്വമല്ല, ത്രിയേകമല്ല. ദൈവം 3ആയിട്ടല്ല വെളിപ്പെട്ടത്, ദൈവം ഏകനായി വെളിപ്പെട്ടു. ആ ഏകനായുള്ള വെളിപ്പാടാണ് നമുക്ക് വിശുദ്ധ ബൈബിളിലൂടെ കാണുവാൻ കഴിയുന്നത്. പഴയ നിയമ കാലത്തൊക്കെ മുൾപ്പടർപ്പിൽ നിന്ന് സംസാരിച്ചു, അതുപോലെ തന്നെ അഗ്നിയിൽ നിന്ന് സംസാരിച്ചു, അതുപോലെ തന്നെ നമുക്ക് മേഘത്തിൽ നിന്ന് സംസാരിച്ചു. അബ്രഹാമിനോട് ദൈവം ശബ്ദിച്ചു, സംസാരിച്ചു. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചു. മോശെ എന്ന് വിളിച്ചു. അതുപോലെ തന്നെ ശമൂവേലേ എന്ന് വിളിച്ചു. പഴയ നിയമകാലത്ത് യഹോവയായ ദൈവം ശബ്ദങ്ങളിലൂടെ, വചനത്തിലൂടെ വെളിപ്പെട്ടു. ആ വചനം ആരെന്ന് ചോദിച്ചാൽ ആ ദൈവത്തിൽ അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിച്ചിരുന്ന ദൈവത്തിന്റെ നടുവിൽ, അല്ലെങ്കിൽ ദൈവത്തിൽ ശബ്ദമായി വചനമായി ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ആ വചനം ജഡമായി തീർന്നതാണ് യേശു ക്രിസ്തു. ആ ജഡമായി തീർന്ന ആ ജഡ പ്രത്യക്ഷതയ്ക്ക്
ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് മനുഷ്യപുത്രനെന്നും ദൈവപുത്രനെന്നും ദാവീദിന്റെ പുത്രനെന്നും സ്ത്രീയുടെ സന്തതി എന്നും ദൈവ കുഞ്ഞാടെന്നും ഒക്കെ പേര് പറയുന്നു. ഏറെക്കുറെ ഞാൻ അല്പമായി പറഞ്ഞത് ഗ്രഹിച്ചു എന്ന് തോന്നുന്നു. ചോദ്യത്തിന് ഉത്തരവായോ? താങ്ക് യു പാസ്റ്റർ. അപ്പൊ നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത നമ്മുടെ ജോസ് പാസ്റ്ററിലേക്ക് കടന്നു പോകാം. കാര്യം പഴയ നിയമത്തിന്റെ മുഴുവൻ ഈ ഒരു ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ ദൈവത്തെ അവതരിപ്പിക്കുന്നത്. നീ എന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ നീ അപ്പോൾ മരിക്കും. എന്റെ വചനം ഇപ്രകാരമാണ് കാണുന്നത്. മോശയെ ഒരു മലയിടുക്കിലേക്ക് ദൈവം നിർത്തുന്നു. എന്നിട്ട് ദൈവത്തിന്റെ മഹത്വം കടന്നു പോകുന്ന സമയത്ത് മോശയുടെ കണ്ണ് ദൈവം മറച്ചു പിടിക്കുന്നു. കടന്നുപോയതിന് ശേഷം ദൈവം ഈ കൈ മാറ്റുമ്പോൾ ദൈവത്തിന്റെ പിൻഭാഗം എന്നാണ്, അതൊരു നിഴൽ എന്നൊക്കെ പറയാം. പഴയ നിയമം മുഴുവൻ നിഴലാണ്. പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെയാണ് ഇത് പൊരുളായിട്ട് മാറുന്നത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ സത്യം എന്ന് പറയുന്നത്, പഴയ നിയമത്തിൽ അദൃശ്യനായ, പേര് വ്യക്തമായി വെളിപ്പെടുത്താത്ത ദൈവത്തെ പൂർണ്ണമായിട്ടും നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്ന യേശുവാണ്. യേശു എന്ന നാമത്തിന് അതുകൊണ്ടാണ് ശക്തി. യേശു എന്ന വ്യക്തിയെ അതുകൊണ്ടാണ് ഈ നമ്മുടെ വിശ്വാസ പ്രമാണത്തിലും ഒക്കെ അച്ഛൻ പറഞ്ഞു, കൂടുതലും നമ്മൾ പറയുന്നത് യേശുവിനെ കുറിച്ചാണ്. കാരണം യേശു ദൈവം, പിതാവായ ദൈവം ആഗ്രഹിക്കുന്ന യേശു മഹത്വപ്പെടാൻ വേണ്ടിയിട്ടാണ്. കാര്യം പഴയ നിയമത്തിന്റെ മുഴുവൻ ഈ ഒരു അപ്പം അടുത്ത ചോദ്യം ഞാൻ ചോദിക്കുന്ന ജോസ് പാസ്റ്ററിനോടാണ്. അവിടെ പറയുന്നു പഴയ നിയമത്തിൽ കണ്ട ആ ദൈവം നിഴലായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഇവര് പറയുന്ന ആ ഒരു വിശ്വാസമാണോ നമ്മളും കാണുന്നത്? കർത്താവായ യേശു ക്രിസ്തു പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അബ്രഹാമിനെ പറ്റിയും യശയാവിനെ പറ്റിയും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കണ്ടത് വേറൊരു ദൈവത്തെയാണോ അവർ കണ്ടത്? പഴയ നിയമത്തിൽ കണ്ട ദൈവം വേറെ ദൈവമാണോ, അതോ ഇത് പ്രത്യക്ഷതയുടെ എന്തെങ്കിലും വ്യത്യാസങ്ങളാണോ? എന്താണ് ഇവര് പറയുന്നതിൽ വ്യക്തതയില്ലാത്തത് എന്ന് ഒന്ന് ക്ലിയർ ആക്കുക. കർത്താവിന് സ്തോത്രം. വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് കർത്താവിന്റെ ദാസൻ ചോദിച്ചത്. നമ്മൾ വീഡിയോ കണ്ടല്ലോ. വീഡിയോയിൽ എനിക്ക് വളരെ അതിശയമായിട്ട് തോന്നിയത്, വളരെ യുവാക്കളായ കത്തോലിക്ക പുരോഹിതന്മാര്, പ്രത്യേകിച്ച് ബൈബിളിനെ കുറിച്ച് യാതൊരുവിധ അടിസ്ഥാനമില്ലാത്ത ആളുകൾ ഇത്രയെങ്കിലും കണ്ടുപിടിച്ചല്ലോ എന്ന് ഓർക്കുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഞാനൊരു കത്തോലിക്കനായിരുന്നതുകൊണ്ട്. ഇപ്പൊ ഒരു ബൈബിൾ വായിക്കുകയോ അല്ലെങ്കിൽ അൽക്കൊടുത്തോട്ടം പോലുള്ള ചില ആളുകളുടെ വീഡിയോ എങ്കിലും ഒരു കാണുന്നുണ്ടായിരിക്കണം. അല്ലാതെ അവരുടെ സെമിനാരിയിൽ നിന്ന് ഇത്രയൊന്നും കിട്ടാനുള്ള വകുപ്പില്ല. അതെന്തും ആകട്ടെ, നമ്മൾ വീഡിയോ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് പഴയ നിയമം മുഴുവനും പുതിയ നിയമത്തിലും ദൈവം ഏകനാണ് എന്നാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇവിടെ അവരുടെ സംഭാഷണത്തിൽ നിന്നും മനസ്സിലാക്കുന്നതും അവർ ത്രിയേക ദൈവ വിശ്വാസത്തിലാണെങ്കിലും പുതിയ നിയമത്തിൽ യേശു ക്രിസ്തുവിലൂടെ ആണ് ദൈവം വെളിപ്പെട്ടിരിക്കുന്നതെന്ന് പറയാനുള്ള ഒരു അറിഞ്ഞോ അറിയാതെയോ ഒരു സത്യം പറഞ്ഞിട്ടുണ്ട് അവര്. അപ്പൊ പഴയ നിയമത്തിൽ നമുക്കറിയാം ഉള്ള ദൈവത്തെ സംബന്ധിച്ച് യേശു പറഞ്ഞത് ആ ദൈവം ആത്മാവാണ്. അത് എനിക്ക് മുമ്പ് സംസാരിച്ച പാസ്റ്റർ ജോയി ജോസഫ് അവറുകൾ അത് സംസാരിച്ചിരുന്നു. അപ്പം ആത്മാവായ ദൈവത്തെ മനുഷ്യർക്ക് കാണാൻ കഴിയില്ല. അത് എന്തുകൊണ്ട് കാണാൻ കഴിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബൈബിൾ പറയുന്നത് ദൈവം പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നതാണ്. അപ്പൊ എല്ലാ ഗാലക്സിയിലും ഭൂമിയിലും സകല ഗോളാന്തരങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവത്തെ അതിനകത്ത് നിന്ന് നിൽക്കുന്ന ഒരു മനുഷ്യന് കാണാൻ കഴിയില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഒരു ഗർഭസ്ഥ ശിശുവിന് അമ്മയെ കാണാൻ കഴിയില്ല. ആ ശിശുവിന് ഒരു അമ്മയുണ്ട് ഉണ്ട് ആ അമ്മയുടെ ഉള്ളിലാണ് ആ ശിശു. എന്നാൽ ആ ശിശു പുറത്തു വന്നാൽ അമ്മയെ കാണാൻ കഴിയും. അപ്പം നമുക്ക് പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ, ആ ദൈവത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ സർവ്വലോകങ്ങളും വ്യാപിച്ച് നിറഞ്ഞു നിൽക്കുന്ന ദൈവത്തെ മനുഷ്യന്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ കണ്ണുകൊണ്ടോ പരിജ്ഞാനം കൊണ്ടോ തിരിച്ചറിയാൻ കഴിയില്ല. ഈ വിധത്തിൽ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കാൻ നോക്കിയിട്ടുള്ളവരെല്ലാം
പല ഐഡിയോളജിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടായ ഒരു ഐഡിയോളജി ആയിട്ടാണ് നമുക്ക് തൃത്വത്തെയും കാണാൻ കഴിയുള്ളൂ. പിന്നെ ആ തൃത്വം ദ്വിത്വമായി, രണ്ട് ദൈവങ്ങളായി, അനേക ദൈവങ്ങളായി, പിന്നെ ഏക ദൈവം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന മൂന്ന് വ്യക്തികളെന്ന് പറയുന്ന ഏക ദൈവമുണ്ട്. എന്നാൽ ഒരേ ഒരു ദൈവം ഒരുവനേ ഉള്ളൂ എന്ന് അപ്പോസ്തലന്മാർ അറിയിച്ചതുപോലെ വിശ്വസിക്കുന്ന ആദിമ ക്രൈസ്തവ സമൂഹം തുടങ്ങി ഈ അവസാന കാലത്ത് നമ്മെ പോലെ ലോകത്തിൽ അവിടെ ഇവിടങ്ങളിലായുള്ള യഥാർത്ഥ ക്രിസ്ത്യാനികൾ ഇന്ന് ആ ദൈവത്തെ ഏക ദൈവമായി മനസ്സിലാക്കാൻ ദൈവം കൃപ ചെയ്തിട്ടുണ്ട്. ഇവിടെ പഴയ നിയമത്തിൽ ആ അച്ഛന്മാരുടെ അല്ലെങ്കിൽ ആ പുരോഹിതന്മാരുടെ ആശങ്ക പഴയ നിയമത്തിലെ ദൈവം വളരെ ക്രൂരനായ ഒരു ദൈവമായിട്ടാണ്. ഒരുപക്ഷെ ദൈവം അനുസരണക്കെട്ടവരോട്, ദൈവവചനം ധിക്കരിച്ചവരോട്, അല്ലെങ്കിൽ യുദ്ധം സംബന്ധിച്ചൊക്കെ ധാരാളം ചോരപ്പുഴ ഒഴുകുവാൻ ഇസ്രായേലിന്റെ യുദ്ധങ്ങൾ നിമിത്തം ദൈവം ഇടവരുത്തിയിട്ടുണ്ട്, ഇസ്രായേലിന്റെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പം ആ അർത്ഥത്തിലായിരിക്കാം അവര് ദൈവം ക്രൂരനാണ്, മാത്രമല്ല ആ ദൈവം നിഴലാണ്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പൊരുളാണ് എന്ന് മനസ്സിലാക്കിയത്. ഇപ്പൊ എങ്ങനെയാണ് നിഴലും പൊരുളുമായിട്ട് വേർതിരിയുന്നത്? 2 കൊരിന്ത്യർ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് പഴയ നിയമം വായിക്കുമ്പോഴൊക്കെ ഒരു മൂടുപടം അവരുടെ മുമ്പിൽ ഉണ്ടെന്നാണ്. അപ്പൊ ആ മൂടുപടത്തിലൂടെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ദൈവത്തെക്കുറിച്ച് പഴയ നിയമത്തിൽ നിന്ന് മനുഷ്യർക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പുതിയ നിയമത്തിന്റെ ആവശ്യമേ വരികയില്ലായിരുന്നു. നമുക്കറിയാം, പഴയ നിയമം എന്ന് പറയുന്ന തനാക്ക് എന്ന് പറയുന്ന വേദഗ്രന്ഥം, ഉൽപ്പത്തി മുതൽ മലാക്കി വരെയുള്ള ഗ്രന്ഥം മുഴുവനായിട്ടും യഹൂദന് വേണ്ടി എഴുതപ്പെട്ടിട്ടുള്ളതാണ്. യഹൂദന് ആ നിയമത്തിൽ അവന് ദൈവത്തെ വ്യക്തമായി കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ, ദൈവത്തിന്റെ പദ്ധതികൾ അവന് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഒരു പുതിയ നിയമം എന്ന് പറയുന്ന ഒരു നിയമത്തിന്റെ ആവശ്യം വരികയില്ലായിരുന്നു. അപ്പൊ പഴയ നിയമത്തിൽ നിഴലായി കഴിയുന്ന കാര്യത്തെ മനുഷ്യന് ദൃശ്യമാകും വണ്ണം വെളിപ്പെടുത്തേണ്ടതിന് പഴയ നിയമത്തിൽ മറഞ്ഞിരിക്കുന്ന ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ ജഡം ധരിച്ച് അല്ലെങ്കിൽ മാംസവും രക്തവും ധരിച്ച് ഒരു യാഗമായി, ഒരു പരമയാഗമായി തീരേണ്ടതിന് തന്റെ യാഗനിമിത്തം സകല മനുഷ്യരും രക്ഷ പ്രാപിച്ച് ദൈവത്തിന്റെ പുത്രന്മാരും പുത്രിമാരുമായി തീരേണ്ടതിന് വേണ്ടി വെളിപ്പെട്ടു വന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ തന്നെ ജോയ് പാസ്റ്റർ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പഴയ നിയമത്തിൽ ദൈവത്തിന്റെ പ്രത്യക്ഷതകൾ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിന്റെ മഹത്വം, നിന്റെ മഹത്വം എനിക്ക് കാണിച്ചു തരണമേ എന്ന് മോശ ദൈവത്തോട് പറഞ്ഞപ്പോഴാണ് അത് കണ്ടാൽ നീ മരിച്ചു പോകും എന്ന് പറഞ്ഞിട്ട് അവനെ ഒരു പാറയുടെ പിളർപ്പിൽ നിർത്തിയെന്ന് പറഞ്ഞു. മലയുടെ വിടവിലല്ല, മലയുടെ വിടവ് വലിയ വിടവായിരിക്കും. അപ്പം പാറയുടെ പിളർപ്പിൽ നിന്നിരുന്നു. നമ്മൾ വായിക്കുമ്പോൾ ആ പാറ ക്രിസ്തുവായിരുന്നു. അപ്പൊ ക്രിസ്തുവിൽ നിന്നുകൊണ്ട് മാത്രമേ ഒരു വ്യക്തിക്ക് ദൈവത്തെ കാണാൻ കഴിയും, അല്ലെങ്കിൽ ക്രിസ്തു വഴിയാണ് ദൈവത്തെ മനുഷ്യന് അറിയാൻ കഴിയുള്ളൂ. പഴയ നിയമത്തിലെ ജനങ്ങൾ ക്രിസ്തുവിനെ അംഗീകരിക്കാത്തതോളം കാലം ക്രിസ്തുവിൽ നിന്ന് ദൈവത്തെ അറിയാൻ, അല്ലെങ്കിൽ വെളിപ്പാടിലൂടെ ദൈവത്തെ അറിയാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം തന്നെ പഴയ നിയമത്തിൽ ഉടനീളം ദൈവം വെളിപ്പെട്ട അനവധി ചിത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അത് ജോയ് പാസ് സൂചിപ്പിച്ച പോലെ മമ്രയുടെ തോപ്പിൽ ഉണ്ടായിട്ടുണ്ട്, മനോഹയ്ക്ക് ഉണ്ടായിട്ടുണ്ട്, അതുപോലെ മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ യെശയ്യാവിന് വെളിപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പഴയ നിയമത്തിൽ പല പ്രവാചകന്മാർക്കും ദൈവം പ്രത്യക്ഷനായപ്പോൾ അവർ ദൈവത്തിന്റെ പ്രത്യക്ഷതകളെ കണ്ടിട്ടുണ്ട്. ആ ദൈവത്തിന്റെ ടെമ്പററി മാനിഫെസ്റ്റേഷൻസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള താൽക്കാലിക പ്രത്യക്ഷതകൾ എല്ലാം തന്നെ താൻ എടുക്കാൻ പോകുന്ന ഒരു വീണ്ടെടുപ്പുകാരൻ എന്നുള്ള നിലയിലുള്ള ഒരു പ്രത്യക്ഷതയുടെ നിഴൽ ആയിരുന്നു എന്ന് ബൈബിൾ പറയുന്നു. അങ്ങനെ നിഴലായി പലപ്പോഴും വളരെ ചെറിയ സമയത്തേക്ക് വേണ്ടി ചില വ്യക്തികൾക്ക് വേണ്ടി പ്രത്യക്ഷനായ ദൈവം കാലസമ്പൂർണതയിൽ ഗലാത്യർ 4 നമ്മൾ വായിക്കുന്ന പോലെ സമയത്തിന്റെ പൂർണ്ണത വന്നപ്പോൾ അവനെ കുറിച്ചുള്ള ആ ദൈവത്തിന്റെ പ്രത്യക്ഷത എന്തിനു വേണ്ടിയാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വെളിപ്പെടാൻ പോകുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള പ്രവചനങ്ങളെ മുഴുവൻ നിറവേറ്റിക്കൊണ്ട് അവൻ ബത്ലഹേമിൽ ജനിച്ച് നസറത്തിൽ വളർന്ന് ഗലീല തിരുവോരങ്ങളിൽ രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് യഹൂദന്മാരാൽ പിടിക്കപ്പെട്ട് റോമാക്കാരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ട്
ക്രൂശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, അത് ഏക സത്യദൈവമായ യേശു ക്രിസ്തുവാണ്. ആ ദൈവം ഈ പുരോഹിതന്മാർ സംസാരിക്കുന്ന പോലെ രണ്ട് ദൈവങ്ങളല്ല, ഒരേ ദൈവത്തിന്റെ രണ്ട് മാനിഫെസ്റ്റേഷൻസ് ആണ്, രണ്ട് പ്രത്യക്ഷതകളാണ്. ഒന്ന് നിഴലിൽ ഉള്ള പ്രത്യക്ഷതയും മറ്റൊന്ന് പൊരുളിലുള്ള പ്രത്യക്ഷതയും. അപ്പൊ നിഴലിൽ ഇരിക്കുന്നവർക്ക് വെളിപ്പെടാത്തത് പൊരുളായ ക്രിസ്തുവിൽ വരുമ്പോൾ മാത്രം വെളിപ്പെടുന്നു. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ക്രിസ്തുവിൽ മൂടുപടം നീങ്ങിപ്പോകുന്നു. അപ്പൊ മൂടുപടം നീങ്ങുമ്പോൾ ആത്മാവായ ദൈവത്തിന്റെ പ്രത്യക്ഷത വ്യക്തമായി മനസ്സിലാവുകയും ആ ദൈവം തന്നെയായിരുന്നു യേശു ക്രിസ്തുവായി ജനിച്ച് ജീവിച്ച് മരിച്ച് നിത്യം ജീവിക്കുന്ന ദൈവം എന്ന് മനസ്സിലാകും. ഞാൻ വ്യക്തമാക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നത്തോളം വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് എന്റെ വിചാരം. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്റർ. വളരെ വ്യക്തമാണ്. പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രത്യക്ഷനായ ദൈവം ഒരേ ദൈവം തന്നെയാണ്. പ്രത്യക്ഷതയ്ക്കുള്ള ആ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മൾ പുതിയ നിയമത്തിൽ കാണുന്നത് ജഡപ്രത്യക്ഷതയാണ്. മനുഷ്യന് കാണുവാൻ സാധിക്കുന്നതും മനുഷ്യന്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യന്റെ സ്വരൂപത്തിൽ ദൈവം പ്രത്യക്ഷനായി. അതുകൊണ്ടാണ് വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീരുന്നു എന്നുള്ള കാര്യം നമ്മളെ വചനം വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മിപ്പിക്കുന്നത്. വചനം വേറെ ഒരു ദൈവമല്ല, വചനം വേറെ ഒരു വ്യക്തിയല്ല, വചനം ദൈവമായിരുന്നു. ദൈവം എന്ന് പറഞ്ഞാൽ ആത്മാവാണ്. ആ ആത്മാവായ അദൃശ്യനായ ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷത മാത്രമാണ് മനുഷ്യനായി തീർന്നപ്പോൾ ദൈവം നമുക്ക് തന്ന ആ പ്രത്യക്ഷത. നമുക്ക് വചനത്തിൽ കാണുന്നു, യോഹന്നാന്റെ സുവിശേഷം 1 കാണുന്നു, പിതാവിനെ ആരും ഒരു നാൾ കണ്ടിട്ടില്ലെന്ന് പറയുന്നു. 1 തിമോത്തിയോസ് 6:13 പറയുന്നു, ഇനിയും അവനെ പൂർണ്ണമായി കാണുവാൻ സാധിക്കത്തുമില്ല. ഏകാധിപതിയായ യേശു ക്രിസ്തു തന്നെ വെളിപ്പെടുത്തിയവൻ തന്നെ, അവൻ തന്നെ അവിടെ വസിക്കുന്നു. അപ്പോൾ ഒരേ ദൈവം തന്നെ, ആ ദൈവത്തിന്റെ ഒരു പ്രത്യക്ഷത മാത്രമേ മനുഷ്യൻ കണ്ടിട്ടുള്ളൂ. അത് യെശയ്യാവായാലും അല്ലെങ്കിൽ അബ്രഹാം ആയാലും കണ്ടത് ഒരേ ദൈവത്തെ തന്നെയാണ്. അടുത്തത് ഞാൻ ബ്രദർ ഗീവർഗീസിനോടാണ് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നത്. അവിടെ ആ പുരോഹിതന്മാര് പറഞ്ഞു, ആ ദൈവത്തിന്റെ നാമത്തെ പറ്റിയുള്ള ഒരു കാര്യം പറഞ്ഞു. അല്ലെങ്കിൽ പിതാവ് മഹത്വം കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് പുത്രനാന്ന് പറഞ്ഞു. പക്ഷെ നമ്മൾ പഴയ നിയമത്തിലെ പ്രവാചകന്മാർ പറയുന്നത് സകലതും വിശ്വസിക്കണമെന്ന് എന്നാണല്ലോ. ലൂക്കോസിന്റെ സുവിശേഷം അതിന്റെ 24-ാമത്തെ അധ്യായത്തിൽ പറയുന്നു, പ്രവാചകന്മാർ പറഞ്ഞത് സകലതും വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നു, യെശയ്യാവിന്റെ പുസ്തകം അതിന്റെ 42-ാമത്തെ അധ്യായത്തിന്റെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ യഹോവ, അത് തന്നെ എൻ്റെ നാമം. ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തന്, എൻ്റെ സ്തുതി വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല. അപ്പോൾ ഈ പിതാവ് പുത്രനെ മഹത്വപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഒരു മാനുഷികമായി നമ്മൾ നോക്കുമ്പോൾ രണ്ട് വ്യക്തികളായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് അവിടെ. അപ്പോൾ അങ്ങനെ രണ്ട് വ്യക്തികളെ പറ്റിയാണോ പറയുന്നത്, അതോ പഴയ നിയമത്തിൽ പറയുന്നത് പോലെ മഹത്വം ഒരുവന് മാത്രമേ ഉള്ളൂ, അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ, പിതാവായ ഏക ദൈവമേ ഉള്ളൂ എന്ന് നമ്മൾക്ക് വചനം ഓർമ്മിപ്പിക്കുന്നു. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ ഇതിനെല്ലാം കൂട്ടിവരുത്തുന്നത്? യേശുവ എന്ന നാമം അത് വേറൊരു നാമമാണോ? അത് യഹോവ എന്ന നാമം അല്ലയോ? അപ്പം എങ്ങനെയാണ് ഇതിനെ നമ്മൾ കാണുന്നത്? ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. പാനലിലുള്ള എല്ലാ ദൈവവാസന്മാരോടുമുള്ള നന്ദി തരണത്തിൽ അറിയിക്കുന്നു. എന്നോട് ചോദിച്ച ചോദ്യം യഹോവയുടെ നാമം എന്നുള്ള ആ ഒരു ഭാഗവും, അതുപോലെ തന്നെ യഹോവ തന്റെ മഹത്വം മറ്റൊരാൾക്ക് വിട്ടുകൊടുക്കുന്നു എന്നുള്ള കാര്യമാണ് പ്രധാനമായിട്ടും എന്നോട് ചോദിച്ച ചോദ്യം എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഈ പുരോഹിതന്മാരെ കണ്ടു. ഈ പുരോഹിതന്മാർ നമ്മൾ മനസ്സിലാക്കുമ്പോൾ തന്നെ ഇവർ പിതാക്കന്മാരെ അനുസരിച്ച് വന്നവരാണ്. കാരണം പിതാക്കന്മാർ എന്ത് പഠിപ്പിച്ചു, അല്ലെ, തെർത്തുല്യനും ഓർഗിനും ഒക്കെ പഠിപ്പിച്ച സിദ്ധാന്തങ്ങളൊക്കെ എടുത്തുകൊണ്ടാണ് ഇവർ ഈ തൃത്വം എന്ന് പറയുന്ന എല്ലാ കാലത്തും, അതായത് നമ്മുടെ ഇടയിലുള്ള പാസ്റ്റർമാരും തൃത്വം തെളിയിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന കാര്യങ്ങൾ ഇത് തന്നെയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സത്യം തന്നെയാണ്. അപ്പൊ ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് ഏക ദൈവമേ നമുക്ക് കാണുവാൻ സാധിക്കുന്നുള്ളൂ. 2-3 ദൈവങ്ങളെ ഒന്നും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. പഴയ നിയമത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ, നമ്മൾ മനസ്സിലാക്കുമ്പോൾ 10 കൽപ്പനകളെ കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ കാണുന്ന ഒരു കാര്യം,
യഹോവ പറയുന്നുണ്ട്, എന്താണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അങ്ങനെയുള്ള ദൈവത്തെ, കാരണം 2ഉം 3ഉം ദൈവങ്ങളായി കാണുക എന്ന് പറയുന്നത് തന്നെ കൽപ്പന വിരുദ്ധവുമാണ്, കൽപ്പന ലംഘനവുമാണ്. അപ്പൊ ഇപ്പോൾ ഉള്ള തൃത്വക്കാരെല്ലാം തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, 2 പേരുണ്ട് അല്ലെങ്കിൽ 3 പേരുണ്ട്. അപ്പൊ ഈ 3 പേരെ നമ്മൾ നോക്കുമ്പോൾ 3 പേർക്കും ദൈവത്വങ്ങൾ ദൈവവചനത്തിൽ നമുക്ക് നോക്കുമ്പോൾ കാണാം. പക്ഷെ യേശു ക്രിസ്തു അപ്പോസ്തലന്മാരോ പഠിപ്പിച്ചതായിട്ട് കാണുന്നില്ല 3 പേരുണ്ടെന്നും 3 വ്യക്തികളുണ്ടെന്നും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ മനുഷ്യനാണ് 3 പേരുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവർ പഠിപ്പീരുകൾ തുടങ്ങിയതും. കാരണം മനുഷ്യന്റെ ചിന്താഗതികൾ മാത്രമാണ് 3 പേരുണ്ട് എന്നുള്ള കാര്യം. അങ്ങനെയായിരുന്നെങ്കിൽ ഒരു മനുഷ്യനായ പീലിപ്പോസ് യേശു ക്രിസ്തുവിനോട് ചോദിക്കുകയാണ്, പിതാവിനെ ഞങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് പറയുമ്പോൾ, ഞാൻ ഇത്രയും നാൾ നിന്റെ കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ പീലിപ്പോസ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ വ്യക്തമാണ് മറ്റൊരാളുടെ സാന്നിധ്യം അവിടെയില്ല. അപ്പൊ ഏക ദൈവത്തിന്റെ മനുഷ്യനായിട്ടുള്ള വെളിപ്പെടലിനെയാണ് അത് കാണിക്കുന്നത് പ്രധാനമായിട്ടും, അല്ലെ? യേശുക്രിസ്തുവിനെ കുറിച്ച് കൊലോസ്യ ലേഖനം പറയുന്നു, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്നാണ് പറയുന്നത്. അപ്പൊ അതിൽ നമ്മൾ മനസ്സിലാക്കണം, ദൈവം മാനിഫെസ്റ്റ് ചെയ്യായിരുന്നു, മനുഷ്യനായിട്ട് വെളിപ്പെടുകയായിരുന്നു. കാരണം തന്റെ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടി അവൻ യേശു ക്രിസ്തു എന്ന നാമത്തിൽ വെളിപ്പെടുകയായിരുന്നു. ആ നാമത്തിന് അത്രയധികം പ്രാധാന്യമുണ്ട്. ജനത്തെ അവന്റെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കേണ്ടതുകൊണ്ട് അവന് യേശു എന്ന പേരിടണമെന്ന് ഗബ്രിയേൽ ദൂതൻ മുഖാന്തരം മറിയൂർ അറിയിക്കുന്നത് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ സാധിക്കുന്നു. അതിനെ എല്ലാം മറികടന്നുകൊണ്ടാണ് ഇന്നത്തെ തൃത്വക്കാരും റിസൽ മതക്കാരും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ വെറും പുത്രൻ മാത്രമാക്കി. പുത്രത്വം എന്ന് പറയുന്നത് അവന്റെ വീണ്ടെടുപ്പിനെ കാണിക്കുന്ന ഒരു മാനദണ്ഡമാണ്. അതായത് ദൈവത്തിന്റെ എന്താ പറയുക, ദൈവം മനുഷ്യനെ വീണ്ടെടുക്കുവാൻ വേണ്ടി കാണിച്ച ആ മാനദണ്ഡമാണ്. പുത്രനായിട്ട് വെളിപ്പെടുന്നു, മനുഷ്യപുത്രനായിട്ട് വെളിപ്പെടുന്നു. സംഖ്യാപുസ്തകം പറയുന്നു, ദൈവം മനുഷ്യനുമല്ല മനുഷ്യപുത്രനുമല്ല, അല്ലെ? വ്യാജം പറയുവാനായിട്ട് ആ വ്യാജം ഒരിക്കലും ദൈവം പറയത്തില്ല, അല്ലെ? ദൈവം സത്യം മാത്രമേ പറയത്തുള്ളൂ. അതുകൊണ്ടാണ് അവനെ സത്യദൈവം എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പ്രധാനമായ കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത്, അപ്പം 2 വ്യക്തികളുണ്ടോ? നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിൽ പറയുന്ന യഹോവ തന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കത്തില്ലെന്ന് പറയുന്നു. അപ്പൊ പുതിയ നിയമത്തിൽ മറ്റൊരാൾ വരുമ്പം മഹത്വം മുഴുവൻ ആ വ്യക്തിക്ക് കൊടുക്കുക, അത് തെറ്റായ ഒരു പഠിപ്പീരല്ലേ? അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ദൈവത്തെ കുറിച്ച് പഠിക്കുമ്പോൾ ദൈവം ഒരുവൻ മാത്രം. പഴയ നിയമത്തിൽ യഹോവയായ ദൈവം പറയുന്നു, എനിക്ക് തുല്യനായിട്ട് ആരുമില്ല, എനിക്ക് സദൃശ്യനായിട്ട് ആരുമില്ല എന്ന് പറഞ്ഞിട്ട് പുതിയ നിയമത്തിൽ മറ്റൊരു വ്യക്തിത്വത്തെ കൂടി ദൈവം പരിചയപ്പെടുത്തുക എന്ന് പറയുമ്പോൾ ആ വചനത്തിന് വിരുദ്ധമല്ലേ? പുതിയ നിയമത്തിൽ അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത് വിരുദ്ധമല്ലേ? നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വലിയ പോയിന്റാണ് സഹോദരങ്ങളെ. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കണ ഏക ദൈവം, ഒരു ദൈവമേ നമുക്കുള്ളൂ, അല്ലെ? ഓൺലി വൺ ട്രൂ ഗോഡ് എന്നാണ് പറയുന്നത്. അപ്പോ ഒരേ ഒരു ദൈവം മാത്രമേ ഉള്ളൂ. 3 ദൈവങ്ങളോ 3 വ്യക്തികളോ സമതുല്യരായ 3 വ്യക്തികളോ ഒന്നും നമുക്കില്ല. അങ്ങനെ വചനം പറയുന്നുമില്ല. അപ്പോസ്തലന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. യേശു ക്രിസ്തു അങ്ങനെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത്. അപ്പം നമ്മള് കൊലോസ്യർക്ക് എഴുതിയ ലേഖനം വായിക്കുമ്പോൾ 1:15 പറയുന്നു, അവന് അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ്. ഇപ്പൊ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമ എന്ന് പറയുമ്പോൾ ദൈവം എന്താണ്? ആത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു ക്രിസ്തു തന്നെ അത് പറഞ്ഞിട്ടുണ്ട്, ദൈവം ആത്മാവാകുന്നു എന്ന്. അപ്പൊ ആ ആത്മാവായ ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നും യേശു ക്രിസ്തു പഠിപ്പിക്കുന്നുണ്ട്. അപ്പോ ആ ദൈവത്തെ നമുക്ക് കാണുവാൻ കഴിഞ്ഞ എപ്പോഴാണ്? അവൻ മനുഷ്യനായി വെളിപ്പെട്ടപ്പോഴാണ് കാണാൻ കഴിയുന്നത്. അപ്പോ എന്റെ മുമ്പിൽ സംസാരിച്ച പാസ്റ്റർമാരൊക്കെ പറഞ്ഞ പോലെ മമ്രയുടെ തോപ്പിൽ അവൻ ടെമ്പററി ആയിട്ട് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ദൈവത്തിന് കഴിയാത്ത കാര്യങ്ങൾ ഒന്നും തന്നെയില്ല. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവൻ എന്നാണ് പറയുന്നത്. ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവം എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള ദൈവത്തിന് ഒരു രണ്ടാമതൊരു വ്യക്തിത്വത്തിന്റെ ആവശ്യമുണ്ടോ? തന്റെ പ്രവൃത്തി തികയ്ക്കാൻ വേണ്ടി രണ്ടാമതൊരു വ്യക്തിത്വത്തിന്റെ ആവശ്യമുണ്ടോ? ഏകനായി നിന്ന് മഹാ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നത് എന്ന ഒരു ദൈവത്തിന് എന്തുകൊണ്ടാണ് രണ്ടാമതൊരു വ്യക്തിത്വത്തിന്റെ ആവശ്യം? അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിയെ അറിയിച്ചിട്ട്, അല്ലെങ്കിൽ രണ്ടാമതൊരു വ്യക്തിത്വത്തെ അറിയിച്ചിട്ടാണ് താൻ തന്റെ പ്രവൃത്തി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ വളരെയധികം തെറ്റില്ലേ സഹോദരങ്ങളെ? നമുക്ക് കേൾക്കുന്നവർക്ക് തന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. ആ വചനത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അത്. അപ്പോ അവൻ എന്താണ്? അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയാണ് എന്ന് അവിടെ പറയുന്നു. അപ്പൊ നമ്മൾ മനസ്സിലാക്കണം, യോഹന്നാന്റെ സുവിശേഷം 1:18 നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു.
ഇതൊക്കെ കേൾക്കുമ്പോൾ പല ആളുകളുടെയും ചിന്ത എന്താണ്? ഇത് രണ്ടാമത്തെ ആളാണ് ഇത് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ചിന്താഗതികളാണ്. യഹോവയായ ദൈവം പഴയ നിയമത്തിൽ പറഞ്ഞു, എനിക്ക് മറ്റൊരാളെ അറിയത്തില്ല, എന്നിൽ മറ്റൊരുത്തനില്ല എന്ന് വരെയും യഹോവയായ ദൈവം ഉറപ്പിച്ചു പറയുമ്പോൾ തന്നെ പുതിയ നിയമത്തിൽ മറ്റൊരാൾ വെളിപ്പെടുക എന്ന് പറയുമ്പോൾ തന്നെ അത് തെറ്റായ പഠനമാണെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയും. എന്നിൽ മറ്റൊരാളില്ല, മറ്റൊരു വ്യക്തിയില്ല. അപ്പൊ രക്ഷപ്പെടാൻ വേണ്ടി തൃത്വക്കാർ പറയുമായിരിക്കും, കാരണം അത് രണ്ടാമത്തെ വ്യക്തിത്വമാണെന്ന് പറഞ്ഞുകൊണ്ട് അവർ രക്ഷപ്പെടുമായിരിക്കും. പക്ഷെ രണ്ടാമത്തെ വ്യക്തിത്വം എന്നൊരു വ്യക്തിത്വം ദൈവവചനം പഠിപ്പിക്കുന്നില്ല. അങ്ങനെ ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ബൈബിളിലെങ്ങും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. അല്ലെങ്കിൽ മൂന്നാമതൊരു വ്യക്തിത്വം ഉണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല. അങ്ങനെ അപ്പോസ്തലന്മാരോ കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിച്ചിട്ടില്ല. ഞാനും പിതാവ് ഒന്നാകുന്നു എന്നാണ് വളരെ വ്യക്തമായിട്ട് കർത്താവായ യേശു ക്രിസ്തു നമ്മളെ പഠിപ്പിച്ചതും നമ്മൾ ആ ഒരു കാര്യമാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. കർത്താവിനെ അനുസരിക്കുന്നെന്ന് ഇവിടെ പറയുന്നവർ പലരും എന്ത് ചെയ്യുന്നില്ല, കർത്താവിന്റെ യഥാർത്ഥ കൽപ്പനകളാണോ അനുസരിക്കുന്നത്? രണ്ടും മൂന്നും വ്യക്തികൾ ഉണ്ട് എന്ന് കർത്താവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. രണ്ടും മൂന്നും വ്യക്തികളുണ്ട്, എന്നിൽ രണ്ടും മൂന്നും വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ പിതാവ് വേറൊരാളാണ്, അല്ലേ? സത്യദൈവത്തിന് പിതാവ് ഉണ്ടാക്കുക. യേശുക്രിസ്തുവിനെ സത്യദൈവം എന്നാണ് പുതിയ നിയമം പറയുന്നത്. അപ്പൊ സത്യദൈവത്തിന് ഒരു പിതാവിനെ ഉണ്ടാക്കി തീർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ വലിയൊരു പഠനം എന്ന് പറയുന്നത്, ഒരു തെറ്റായ പഠനം എന്ന് പറയുന്നത്. ദൈവത്തിന് മറ്റൊരു പിതാവ് എന്നുള്ള അർത്ഥത്തിലാണ്. പിതാവിനെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ തന്നെ ആ ദൈവം അദൃശ്യനാണെന്നാണ് പലരുടെയും മനസ്സിൽ കിടക്കുന്ന ചിന്താഗതി. കാരണം അവനെ ആരും കണ്ടിട്ടില്ല എന്ന് പറയുമ്പോൾ വന്നിരിക്കുന്നത് രണ്ടാമത്തെ വ്യക്തിയാണ്, അല്ലെങ്കിൽ അവൻ അയക്കപ്പെട്ടവനെന്ന് എഴുതിയിരിക്കുന്നത് കൊണ്ട്, അവൻ അങ്ങനെ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് പല ആളുകളും ചിന്തിക്കുന്ന ആ ദൈവത്തിന്റെ ജഡത്തിലുള്ള വെളിപ്പാടല്ല, ഇത് രണ്ടാമത്തെ വ്യക്തിയാണെന്ന് പലരും എന്ത് ചെയ്തേക്കാണ്, തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. തെറ്റിദ്ധരിക്കപ്പെടാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവവചനം പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം. ഈ അച്ഛന്മാർ പഠിച്ച സെമിനാരിയിൽ നിന്ന് ഇവർ പഠിച്ചെടുത്തതായിരിക്കും 3 പേരുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷേ ദൈവവചനം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. ഇത് ലോകത്തിന്റെ ചിന്തയാണ് 3 പേരുണ്ട് എന്നുള്ള കാര്യം. എല്ലാവർക്കും ഉത്തരം ബോധ്യമായി എന്ന് കരുതുന്നു. ഞാൻ എന്റെ വാക്കുകളിൽ നിന്നും വിരമിക്കും. അടുത്തതൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ആർക്കെങ്കിലും ഉത്തരം പറയാം. അവിടെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയെ പറ്റി പറയുന്നുണ്ട്. നമ്മുടെ ബൈബിളിൽ നമ്മൾ പഴയ നിയമത്തിൽ കാണുന്നു, യെശയ്യാവ് ഒരു ദൈവത്തിന്റെ ഒരു വിഷൻ ആണ് അവിടെ കാണുന്നത്. അത് ആത്മാവിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് കാണുന്നത്. എന്നിട്ടും യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയെ കണ്ടു എന്ന് പറയുമ്പോൾ മരിച്ചവനെ പോലെ വീണു എന്ന് പറയുന്നു. പുതിയ നിയമത്തിൽ അങ്ങനെ ഒരു കാര്യം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടോ? ആർക്കെങ്കിലും ഒരാൾക്ക് ഉത്തരം പറയാം. ജോയ് പാസ്റ്റർ പറയുമോ? പിന്നെ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് പറഞ്ഞ്. യെശയ്യാവ് മഹത്വത്തിന്റെ പ്രത്യക്ഷതയെ കാണുകയും ആത്മാവിൽ കാണുകയും മരിച്ചവനെ പോലെ വീഴുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മള് പുതിയ നിയമത്തിൽ എവിടെങ്കിലും കാണുന്നുണ്ടോ മഹത്വത്തിന്റെ പ്രത്യക്ഷതയെ കാണുന്ന ഒരു ആള്? പുതിയ നിയമ അപ്പോസ്തലന്മാരിൽ ആരെങ്കിലും അങ്ങനെ കാണുന്നുണ്ടോ? യോഹന്നാൻ കാണുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്, വെളിപ്പാട് പുസ്തകത്തിൽ. അതെ അതെ. അപ്പോൾ ഈ നമുക്കറിയാം, അപ്പോസ്തലന്മാരിൽ ചിലർക്ക് യേശുക്രിസ്തു ആരാണെന്ന് വ്യക്തമാക്കി, തന്റെ മഹത്വം ഒന്ന് വെളിപ്പെടുത്തി. കാനാവിലെ കല്യാണത്തിന് തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവിടെ ദൈവമഹത്വം വെളിപ്പെടുത്താൻ വേണ്ടിയാണ് അവിടെ ആ അത്ഭുതം അവിടെ നടത്തിയത്. മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 3 വ്യക്തികളെ യേശുവിനോട് കൂടെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചതായിട്ട് കാണുവാൻ കഴിയുന്നുണ്ട്. 12 ശിഷ്യന്മാരുണ്ട്. എങ്കിൽ തന്നെയും പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും പ്രത്യേകമായി ചില താലന്തുകൾ അവരെ, അല്ലെങ്കിൽ പ്രത്യേകമായിട്ടുള്ള ചില ശുശ്രൂഷകൾക്ക് വേണ്ടി വിളിക്കുന്നതായിട്ട് 17-ാം അധ്യായത്തിൽ അവരെ മാത്രമായിട്ട് ആ മറുരൂപ മലയിലേക്ക് കൊണ്ടുപോയി. അവിടെ അവർക്ക് ഒരു പ്രത്യേക കാഴ്ചപ്പാട് അവർക്ക് കിട്ടി. എന്ന് പറഞ്ഞാൽ അടുത്തുകൂടാത്ത ഒരു വലിയ വെളിച്ചം, എന്ന് പറഞ്ഞാൽ വലിയൊരു പ്രകാശം, വെള്ള വസ്ത്രം, വലിയ വെണ്മയേറിയ ഒരു വസ്ത്രം ധരിച്ച് മുഖം സൂര്യനെ പോലെ വിളങ്ങി നിൽക്കുന്ന യേശുവിനെയാണ് അവർ കണ്ടത്. അത് കണ്ടിട്ട് അവർ താഴെ വീണു. അതിനുശേഷം നമ്മൾ അവിടെ വായിക്കുന്നത്
അവർ തലപൊക്കി നോക്കിയാറെ വേറൊരു ശബ്ദം കേട്ടു, ഇവൻ എന്റെ പ്രിയപുത്രൻ എന്നുള്ള ശബ്ദവും കേട്ടു. ആ ശബ്ദം കേൾക്കുന്നെങ്കിലും ആ ശബ്ദത്തെ കുറിച്ച് നമുക്കറിയാം സ്നാന സമയത്തും അതുപോലെ തന്നെ മത്തായിയുടെ സുവിശേഷം 17-ാം അധ്യായത്തിലെ ഈ ശബ്ദത്തെ കുറിച്ച് അത് പിതാവാണ് ശബ്ദിച്ചത്, അങ്ങനെ പിതാവും പുത്രനും രണ്ട് വ്യക്തികളുണ്ട് എന്ന് ദുർവ്യാഖ്യാനം കൊടുക്കുമ്പോൾ പത്രോസിന്റെ ലേഖനം പറയുന്നത് ആ ശബ്ദം മഹാ തേജസ്സിൽ നിന്ന് വന്നുവെന്നാണ്. മഹാ തേജസ്സിൽ നിന്ന് ഒരു തേജസ്, ആ തേജസ് മഹാ തേജസ്സിൽ നിന്ന് അതിന്റെ നടുവിലുള്ള ശബ്ദം അത് കർത്താവായ യേശു ക്രിസ്തു മാത്രമാണെന്ന് യെഹെസ്കേൽ 1-ാം അധ്യായത്തിൽ 26-ാം വാക്യം നമുക്കറിയാം. ഇങ്ങനെയായിരുന്നു യഹോവയുടെ മഹത്വം വെളിപ്പെട്ടത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ തേജസ്സും ഒരു മഹത്വവും അതിന്റെ നടുവിൽ ഒരു മനുഷ്യപുത്രന് സദൃശനായ ഒരുവനെ കാണുന്നു. ഈ മനുഷ്യപുത്രന് സദൃശനായ ഇതാണ് യഥാർത്ഥത്തിൽ ലോഗോസ്, ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശബ്ദം, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ ഉണ്ടാകട്ടെ എന്ന് കൽപ്പിച്ച ആ ശബ്ദം. ഈ ശബ്ദത്തിന് കാരണക്കാരൻ യേശു തന്നെയാണ് എന്ന് നമുക്ക് വ്യക്തമാക്കി ബൈബിളിലൂടെ നമുക്ക് അതിന് വ്യക്തമായിട്ടുള്ള മറുപടി നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതിനുശേഷമായിട്ട് യേശു ക്രിസ്തു താഴോട്ട് ഇറങ്ങി വരുന്ന അവസരത്തില് തന്റെ ശിഷ്യന്മാരോട് മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മനുഷ്യപുത്രൻ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ടല്ലാതെ ഈ ദർശനം ആരോടും പറയരുത് എന്ന് ഈ 3 വ്യക്തികളോട്, പത്രോസിനോടും യാക്കോബിനോടും യോഹന്നാനോടും യഹോവയായ കർത്താവായ യേശു ക്രിസ്തു കൽപ്പിച്ചു. അതെന്താ കാരണം എന്നറിയാമോ? ഇത് ന്യായപ്രമാണത്തെ കുറിച്ച് അറിവുള്ളവർക്കറിയാം. വലിയ പ്രകാശത്തിൽ, വലിയ വെളിച്ചത്തിൽ തേജസ്സിന്റെ വസ്ത്രം ധരിച്ചും മുഖം സൂര്യനെ പോലെ നിൽക്കുന്ന യഹോവയായ ദൈവം മാത്രമാണെന്നറിയാം. ഈ വെളിപ്പാട് അവർക്കത് വചനത്തിലൂടെ അല്ലെങ്കിൽ ന്യായപ്രമാണത്തെ കുറിച്ച് പഠിച്ചിട്ടുള്ളവർക്ക് അത് ഗ്രഹിക്കുമ്പോൾ അവർ യേശുക്രിസ്തുവിനെ ഭയക്കും. യേശുക്രിസ്തുവിനെ ഭയപ്പെട്ട് യേശു ആരാണെന്ന് മനസ്സിലാക്കും. അതിനുശേഷമായിട്ട് യേശുവിനെ സത്യത്തിൽ ക്രൂശിക്കുകയില്ല. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, അവരറിഞ്ഞില്ല, അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിന്റെ യഹോവയെ ക്രൂശിക്കയില്ലായിരുന്നു. തേജസ്സിന്റെ കർത്താവ് എന്ന് പറഞ്ഞാൽ തേജസ്സിന്റെ യഹോവയാണ്. ആ തേജസ് ഒരല്പം വെളിപ്പെടുത്തിയപ്പോൾ അവർ ബോധം കെട്ട് അവര് നിലത്ത് വീണു. അതിനുശേഷമായിട്ട് നമുക്കറിയാം, ഒരു മരിച്ച ഒരു ബാലികയുടെ അടുക്കൽ ചെല്ലുമ്പോഴും അതിനകത്ത് ആ റൂമിൽ അവിടെ ഉണ്ടായിരുന്ന കരയുന്നവരെയെല്ലാം പുറത്താക്കി മാതാപിതാക്കളെയും അതുപോലെ തന്നെ ഈ യാക്കോബ്, യോഹന്നാനും പത്രോസും മാത്രം നിൽക്കുമ്പോൾ യേശു ക്രിസ്തു തലീതാ ഭൂമി എന്നർത്ഥം, അത് ബാല എഴുന്നേൽക്ക എന്ന അർത്ഥം വരുന്ന തലീതാ ഭൂമി എന്ന് പറഞ്ഞെന്ന. അപ്പം ഉടൻ തന്നെ അവർ ഭ്രമിച്ചുപോയി, അവർ അതിശയപ്പെട്ടു പോയി. അതിനുശേഷം നമുക്കറിയാം, ഇത് നിങ്ങൾ ആരോടും പറയരുത് എന്ന് പറയുന്നു. അത് ആരോടും പറയരുതെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം പലരും ചിന്തിച്ചിരിക്കുന്നത് ഈ ബാല അല്ലെങ്കിൽ ഈ മരിച്ച വ്യക്തി ഉയർത്തെഴുന്നേറ്റത് മറ്റാരോടും പറയരുത് എന്നാണ്. അങ്ങനെ ഒരു വിഡിത്തപരമായിട്ടുള്ള വാക്ക് യേശു പറയില്ല. പിന്നെ എന്താണ്? അവിടെ മറ്റെന്തോ അവിടെ വെളിപ്പെട്ടു. അത്ഭുതം നടത്തിയത് ആരാണെന്ന് അവർക്ക് വെളിപ്പാടുണ്ടായി. ആ വെളിപ്പാട് മറ്റുള്ളവർ അറിഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രൂശിൽ യാഗമാവുകയില്ല, അവർ കൊല്ലുകയില്ല. യേശുവിനെ പരമയാഗമാകുവാൻ അതിന്റെ തടസ്സകരമായിട്ട് അവർ നിൽക്കും. യേശു ഇവിടെ പരമയാഗമായില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏകദൈവം, ആത്മാവായ ഏകദൈവം ഒരു ജഡവും രക്തവും എടുത്ത് ഇവിടെ വന്നത് മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ പരമയാഗമാകാൻ വേണ്ടിയാണ്. ആ യാഗം നടക്കുന്നത് വരെ താൻ ആരാണെന്ന് വ്യക്തമായിട്ട് വെളിപ്പെടുത്തിയില്ല. എന്നാൽ വെളിപ്പെടുത്തേണ്ടവർക്ക് വെളിപ്പെടുത്തി, അറിയേണ്ടവർ അവനെ അറിഞ്ഞു. അതിനുശേഷം അവസാനവും തന്റെ കാൽവരി ക്രൂശിൽ ആ ഗെത്സമന തോട്ടത്തിൽ വെച്ച് തന്നെ പിടിക്കാനായിട്ട് വരുന്നവര് വലിയൊരു കൂട്ടം അവിടെ കടന്നു വരുന്നുണ്ട്. ഉടൻ തന്നെ യേശു ചോദിച്ചു, നിങ്ങൾ ആരെ തിരയുന്നു? ഉടൻ തന്നെ പറഞ്ഞു, നസറനായ യേശുവിനെ. അത് ഞാനാകുന്നു എന്നവൻ പറഞ്ഞപ്പോൾ പടയാളികൾ തന്നെ പിടിക്കാൻ വന്നിട്ടുള്ളവർ അവിടെ ബോധം കെട്ട് വീണു. ഞാനാകുന്നു എന്ന് പറയുമ്പോൾ തന്നെ തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തുകയാ. ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുള്ള ആ യഹോവ തന്നെയാണ് ജഡത്തിൽ വെളിപ്പെട്ട് വന്നത് എന്നവിടെ വെളിപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം
ഈ 8-ാം അധ്യായത്തിന്റെ 24-ാം വാക്യം വായിക്കുമ്പോൾ മലയാളത്തിൽ അങ്ങനെ വ്യക്തമായിട്ടില്ല, എന്നാൽ ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ ഞാൻ യഹോവയെന്ന് നിങ്ങൾ വിശ്വസിക്കാഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കുമെന്നാണ്. യേശു ക്രിസ്തു തന്നെയാണ് യഹോവയെന്ന് വിശ്വസിക്കാത്ത സകലരും ഇന്ന് പാപിയായി ജീവിക്കുന്നു. അതുകൊണ്ടാണ് രക്ഷിക്കപ്പെടാനുള്ളൊരു മാർഗം യേശു ക്രിസ്തുവിനെ യഹോവയെന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞാൽ, യേശു ക്രിസ്തുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറഞ്ഞാൽ നിങ്ങൾ രക്ഷിക്കപ്പെടുമെന്നാണ്. യേശു വെളിപ്പെടുത്തേണ്ടവർക്ക് വെളിപ്പെടുത്തേണ്ട വിധത്തിൽ തന്റെ മഹത്വം അവിടെ വെളിപ്പെടുത്തി. ഇനി മനുഷ്യപുത്രൻ മഹാതേജസ്സോടെ വരുന്നത് നിങ്ങൾ കാണും. അത് നമുക്കറിയാം. മഹാതേജസ്സോടെ യേശു ക്രിസ്തു വരുന്നത് ആ ഒലിവുമലയിൽ വരുന്നു. അവൻ യഹോവയായി തന്നെ ഇസ്രായേലിന്റെ മധ്യത്തിൽ ഇറങ്ങി വരുമ്പോൾ സകലര് പറയും, നമ്മുടെ യേശു അല്ലാതെ മറ്റൊരു ദൈവമില്ല, അവനാണ് പഴയ നിയമത്തിൽ വെളിപ്പെട്ട യഹോവയായ ദൈവം. അത് രണ്ട് വ്യക്തികളല്ല, ദൈവത്തിന്റെ പല ശുശ്രൂഷകളെയാണ് പുതിയ നിയമത്തിൽ പുത്രനെന്നും ദാവീദിന്റെ പുത്രനെന്നും അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അവിടെ കുഞ്ഞാടെന്നും പറഞ്ഞാൽ 4 കാലും 1 വാലുമുള്ള കുഞ്ഞാടല്ല. ആ കുഞ്ഞാടിനെ അല്ല അവിടെ പറയുന്നത്. ഏകദൈവത്തിന്റെ രക്ഷണ പദ്ധതിയാണ്. ദൈവം തന്നെയാണ് രക്ഷകനായി കടന്നു വന്നത്. യേശു എന്ന് പറഞ്ഞാൽ യഹോവ രക്ഷകനായി വന്നു എന്നാണ്. അപ്പോൾ വെളിപ്പെടുത്തേണ്ടവർക്ക് മാത്രം വെളിപ്പെടുത്തുന്നു. ഇന്നും അങ്ങനെ തന്നെ വെളിപ്പെടുത്തേണ്ടവർക്ക് മാത്രം ഇത് വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർ യേശുവിനെ യഹോവയായി, യേശുവിനെ സർവശക്തനായ ദൈവമായി അവർ ഇന്നും ആരാധിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു പാസ്റ്ററെ. അപ്പം വളരെ വ്യക്തമാണ്. നമ്മളെ സംബന്ധിച്ചോളം ദൈവത്തിന്റെ പ്രത്യക്ഷതയും ദൈവത്തിന്റെ പ്രവൃത്തികളെയുമാണ് നമ്മൾ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും കാണുന്നത്. ദൈവത്തിന്റെ 2 നിയമങ്ങളാണ്. ഒരേ ജനത്തോടാണ് ആ നിയമങ്ങൾ. ഇസ്രായേൽ എന്നത് അന്ന് വേർപെട്ട ഒരു ജനമായിരുന്നു എങ്കിലും ദൈവം പുതിയ നിയമം ചെയ്തപ്പോൾ അതിനകത്ത് ജാതികളെയും വിളിക്കുകയും ആ ജാതികളെ വീണ്ടെടുക്കുവാൻ വേണ്ടിയും തൻ്റെ ജനത്തെ ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വേണ്ടിയും മനുഷ്യ പ്രത്യക്ഷതയിൽ ഈ ലോകത്തിൽ കടന്നു വരികയും ആ മഹത്വ പ്രത്യക്ഷതയെ പിന്നീട് നമ്മൾ കാണുന്നു. ഇവിടെ പറഞ്ഞതുപോലെ പത്രോസ് അവിടെ പത്രോസും അന്യ ശിഷ്യന്മാരും അവർ കണ്ടപ്പോൾ അവർ അവിടെ മരിച്ചവരെ പോലെ വീഴുകയും പിന്നീട് നമ്മൾ ഏറ്റവും അധികമായി കാണുന്നത് സർവശക്തനായ ദൈവമായി യോഹന്നാന് പത്മോസ് ദ്വീപിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ യോഹന്നാനും അവിടെ മരിച്ചു വീഴുന്നു. അപ്പം മഹത്വത്തിന്റെ പ്രത്യക്ഷതയെ കാണണമെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് വേണം. ആ മഹത്വത്തിലാണ് കർത്താവായ യേശു ക്രിസ്തു ഇനി കടന്നു വരുവാൻ പോകുന്നത്. അവൻ കുഞ്ഞാടായി കടന്നു വന്നപ്പോൾ ഇനി കടന്നു വരുവാൻ പോകുന്നത് ഒരു സിംഹമായിട്ടാണ് കടന്നു വരാൻ പോകുന്നത്. അവൻ ഇനി കുഞ്ഞാടായിട്ടല്ല ഇനി കടന്നു വരാൻ പോകുന്നത്. അവൻ പുത്രനായിട്ടാണ് ആദ്യമേ ഈ ലോകത്തിൽ കടന്നു വന്നു എങ്കിൽ, പിതാവിന്റെ മഹത്വത്തിൽ കടന്നു വരുന്നു എങ്കിൽ പിതാവായ ഏക ദൈവം മാത്രമേ ഉള്ളൂ. ആ ദൈവം തന്നെയാണ് ഇനി ന്യായം വിധിക്കുവാൻ വേണ്ടി, ഈ ലോകത്തെ ന്യായം വിധിക്കുവാൻ വേണ്ടി വരുന്നത്. അങ്ങനെ മനുഷ്യത്വം എന്നത് ആ മധ്യസ്ഥ ആ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം എടുത്ത ഒരു ശരീരമാണ്. അതിനെ പുത്രത്വം എന്ന് വിളിക്കുന്നത് പുത്രന്മാർ ജഡവും രക്തവും ആയതുകൊണ്ടാണ് പുത്രന്മാരെന്ന് വിളിക്കുന്നത്. അതായത് ദൈവത്തിന്റെ സൃഷ്ടിയായിരിക്കുന്നവരാണ് പുത്രന്മാർ. ആ ഒരു പദവി ദൈവം തന്നെ എടുത്തു എന്നാണ് പറയുന്നത്. അങ്ങനെ ദൈവം വേറൊരു വ്യക്തിയല്ല, ദൈവം തന്നെ രക്ഷിതാവായി തീർന്നു. ഒരു ദൈവം മാത്രം, ആ ദൈവം തന്നെ രക്ഷിതാവായി ലോകത്തിൽ കടന്നു വന്നു. അങ്ങനെ ദൈവത്തിന്റെ പല പ്രത്യക്ഷതകളെ ഇന്ന് പല ഡോക്ട്രിൻ പഠിപ്പിക്കുന്നവർ അതിനെ കൺഫ്യൂസ് ചെയ്യുന്നു എങ്കിലും ദൈവത്തിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ലഭിച്ച ആ ഒരു വെളിപ്പാട് നിങ്ങളോട് ഷെയർ ചെയ്യുവാൻ ദൈവം ഒരു പ്രാവശ്യം കൂടെ കൃപ നൽകി. അങ്ങനെ പല ദൈവത്തിന്റെ മക്കൾ ഈ മെസ്സേജ് കേൾക്കുവാൻ ഇടയായി തീരുകയും പലർക്കും ഒന്ന് ചിന്തിക്കുവാനുള്ള അവസരവും ഇതിൽ കൂടെ ഒരുങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തുവിന് സകല വെളിപ്പാടിനും മഹത്വം തന്നുകൊണ്ട് ഈ ലൈവിനെ ഇവിടെ ഞങ്ങൾ നിർത്തുന്നു. പിന്നീട് അടുത്ത ലൈവുകളിൽ ഞങ്ങളെ പിന്നെയും ജോയിൻ ചെയ്യണമെന്ന് നിങ്ങളോടെല്ലാം അപേക്ഷിക്കുന്നു. ഈ മെസ്സേജുകളൊക്കെ എല്ലാം മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് നിങ്ങൾക്ക് ഈ ഒരു പ്രവർത്തനത്തിൽ ഞങ്ങളോട് പങ്കുചേരാവുന്നതാണ്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. Thank you. Praise the Lord.